ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടെ പട്ടി കയറാതിരിക്കാൻ വെച്ചേക്കുവാണ്. ഇങ്ങനെ കുപ്പി വെള്ളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പട്ടി ഇങ്ങോട്ട് കയറത്തില്ല. പട്ടിന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഡോഗ് തന്നെ കേട്ടോ. കഴിക്കാന് ഇഡ്ഡലി സാമ്പാറും. നമ്മളിവിടെ വിറകടുപ്പിലാട്ടോ ഇഡലി ഉണ്ടാക്കാറ്. ആവശ്യത്തിന് വിറക് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. എനിക്ക് രാവിലെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഇഡലി, ദോശ, സാമ്പാർ അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ ചേട്ടൻ ഇത് രണ്ടും ഇഷ്ടമേ അല്ല. ചേട്ടനുള്ളപ്പോൾ ഇത് ഉണ്ടാക്കാറ് കുറവാട്ടോ. ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്മ തനുവിന് ആഹാരം കൊടുക്കുവാണേ. അവളുടെ കാര്യം അറിയാമല്ലോ, അവള് കുറേ സമയം എടുത്തേ ആഹാരം കഴിക്കത്തുള്ളൂ. അപ്പൊ തനുവിനെ റെഡി ആക്കുവാണേ. അവൾക്കിന്ന് ഡാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് അവൾക്ക് യൂണിഫോം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ബന്ധുവിന്റെ ആണ്ടുണ്ട്. അപ്പൊ അവളെയും കൂടെ അതിനു വേണ്ടി കൊണ്ടുപോകാനാണ്. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെ നീ മുഖം ഒന്നും അലമ്പാക്കല്ലേ എന്ന്. അതൊക്കെ കേട്ടോണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം ചെല്ലുമ്പോ അറിയാം. അപ്പോഴത്തേക്കും നന്നു ഇതുവരെ ഉണങ്ങില്ലായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് കേട്ടോ. അവളെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി. ഇനി എന്നിട്ട് ഞാനും കുളിക്കാൻ പോയി. എനിക്കൂടെ കുളിച്ചിട്ട് ഇനിയിപ്പോൾ എപ്പോഴത്തേനും സമയമാവുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾക്ക് തനുവിനെ വിളിച്ചിട്ട് വേണം പോവാന്. തനുവിൻ്റെ ഡാൻസ് ഒരു 12 മണി വരെയെങ്കിലും കാണും കേട്ടോ. അപ്പം നന്നുവിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോയത്. പക്ഷെ വന്നപ്പോഴത്തേനും ഇതായിരുന്നു അവസ്ഥ. ചേട്ടാ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ടാറ്റാ ടാറ്റാ ചേട്ടാ. കുഞ്ഞി അറിയുന്നു. ാറ്റൊക്കെ കൊടുക്കണം തന്നെ. അപ്പൊ കാണുന്നില്ലേ അച്ഛനൊന്നും? അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒതുക്കി വിട്ട കോലത്തിലേ അല്ലായിരുന്നു അവള് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ആ വീട്ടിലേക്ക് പോകണം. നല്ല വെയിലുണ്ട്. തനുവിൻ്റെ തല തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വഴിക്ക് തനുവിൻ്റെ തലയിരുന്ന തൊപ്പി പറന്നു പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി തൊപ്പി നോക്കി. പക്ഷെ ആ കടയിൽ അതേലത്തെ തൊപ്പിയൊന്നും ഇല്ലായിരുന്നില്ല. റൗണ്ട് പോലത്തെ തൊപ്പി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേറൊരു കടയിൽ ചെന്നപ്പം തൊപ്പി കിട്ടി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൾ ഒരു കീ ചെയിനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ കുറേ സ്പ്രേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ആദ്യം എടുത്തത് ഞാൻ ഷൂ പോളിഷ് ചെയ്യുന്ന ലിക്വിഡാട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കുമല്ലോ നമ്മൾ കാണുമ്പോൾ. അങ്ങനെ അവളുടെ തൊപ്പി വെച്ച് നോക്കി. അവൾക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്നൊരു ക്ഷീണമില്ലേ. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കിടന്നൊന്ന് ഉറങ്ങണം. അതിന് മുമ്പ് നന്നൂസ് ഇപ്പോൾ അവിടെ എന്തോ ആക്കി വെച്ചിരുന്നൊന്നും അറിയത്തില്ല. നമ്മൾ ചെന്നപ്പോഴത്തേക്കും നന്നൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിച്ചാണ് ഞാൻ എണീറ്റപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ചൂട് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ.
അവര് ശബരിമലയിൽ പോയതിന്റെ എന്തോ പായസമാണേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടന്റെ പെങ്ങളും ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ്. അങ്ങനെ കുറെ തുണികൾ മടക്കാൻ കിടപ്പുണ്ടായിരുന്നു, അതും മടക്കി വെച്ച് തനു ശിശുദിനത്തിന്റെ അന്നത്തെ പാട്ടാണ് ഈ പാടുന്നത്. ശിശുക്കളാണു ഞങ്ങൾ ശിത്ത ചുറ്റിയുള്ള നല്ല ഓമനക്കിടാങ്ങൾ, കല്ലുനില്ല ഞങ്ങളിൽ കപടമില്ല ഞങ്ങളിൽ, കള്ളിവാക്കും കള്ളിവെപ്പ് ഒന്നുമില്ല ഞങ്ങളിൽ. ഗാന്ധിജിന് ചാപ്പുക്കണം, ഗാന്ധിജിന് ശലാത്തിലെ ഗുരുവാന വീട്ടിലെ പൂക്കളാണ് ഞങ്ങൾ, സുന്ദരാച്ചു മംഗൾ സുന്ദര. അങ്ങനെ രാത്രിയായപ്പോഴത്തേന് ചേട്ടന്റെ പെങ്ങളും അളിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.